ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ്. സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ച് എങ്ങനെ നാച്ചുറൽ ലുക്ക് വരുന്ന ടൈപ്പ് ചെയ്യാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ച് തുണിയിലേക്ക് ട്രേസ് ചെയ്തെടുത്തു. ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതിന് ഞാൻ 2 കളർ ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഗ്രീനും യെല്ലോയും. ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്രീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു എംബ്രോയ്ഡറി ത്രെഡിൽ 6 സ്ട്രാൻഡ്സ് ഉണ്ടാവില്ലേ, അതിൽ 3 ഇഴ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ സ്റ്റെംസിന് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി താഴത്തെ ഭാഗത്തു നിന്നുമാണ് തുടങ്ങുന്നത്. ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസാക്കുക, അധികം ടൈറ്റ് ആക്കേണ്ട, കുറച്ച് ലൂസാക്കി കൊടുക്കുക. അപ്പോഴാണ് അതിനൊരു ഫിനിഷ് ലുക്ക് കിട്ടുക. സ്റ്റെം സ്റ്റിച്ച് ബേസിക്കലി ഒന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഓവർലാപ്പായി വരുന്ന ഒരു സ്റ്റിച്ചാണ്. അങ്ങനെ ഈ ചിത്രത്തിലെ സ്റ്റെമ്മ് മുഴുവൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച്. ആ ഒരു ലീഫ് പോലെ കാണുന്നില്ലേ, അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, സ്റ്റെമ്മ് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റെമ്മ് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ഈ കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലീഫ് ഇതുപോലൊരു സ്ട്രേ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അതിന് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നു. സ്ട്രേ സ്റ്റിച്ച് ഈസി ആയതുകൊണ്ട് ബിഗിനേഴ്സിന് ആദ്യം പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് സ്ട്രേ സ്റ്റിച്ച്. ഇത് എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രേ സ്റ്റിച്ച് സിംഗിളായിട്ട് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് സ്റ്റെമ്മ് ഡ്രോ ചെയ്യുന്ന പോലെ ചെയ്യാം. പിന്നെ വേറൊരു രീതി സൈഡ് ബൈ സൈഡ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലീവ്സ്, പെറ്റൽസ് അല്ലെങ്കിൽ ഡിസൈൻ ഫില്ല് ചെയ്യാനൊക്കെ ഈ സ്റ്റിച്ച് കൊണ്ട് കഴിയും. പിന്നെ സർക്കിൾ പാറ്റേണായി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് പൂക്കളായി തോന്നിക്കും. ചെറിയ സ്ട്രേ സ്റ്റിച്ചസ് ചിതറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഗ്രാസ് പോലെ തോന്നും. അങ്ങനെ ലീവ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലീവ്സിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഇട്ടില്ലേ, അവിടെ നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ നല്ല തിക്ക് ഫോമിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഈ സ്റ്റിച്ച് ചെയ്യുന്നതിനും 6 ഇഴ നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് 2 തവണ സൂചിയിൽ ചുറ്റിയിട്ടാണ് ഞാനിവിടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് ഒരുപാട് കട്ടിയിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കെട്ടുപോലെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുണി ലൂസായാൽ ഫ്രഞ്ച് നോട്ട് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഫ്രെയിമിൽ നന്നായി തുണി ടൈറ്റാക്കി പിടിക്കണം. ഇത് ചെറിയ പൂക്കൾ പോലെ അല്ലെങ്കിൽ മുത്തുകൾ പോലെ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കാനാണ് സാധാരണയായി ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കാറുള്ളത്. ഫ്രഞ്ച് നോട്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ലൂസായാലും പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ സ്റ്റിച്ച് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.